Good morning. आगे 24 participants का आया ഇന്നലെ എവിടെ നിർത്തിയേ? ഫീച്ചേഴ്സ് ഓഫ് PPC കഴിഞ്ഞിരുന്നല്ലേ? ഇനി അടുത്തല്ലേ സ്റ്റാർട്ട്? അത് കഴിഞ്ഞു. നിന്റെ അടുത്ത് അടുത്തത് 2 പോയിന്റ് എഴുതി വെക്കാം. If PPC is a straight line, opportunity cost is constant. അതുപോലെ തന്നെ if PPC is convex, opportunity cost is decreasing. അത് രണ്ടും ക്വസ്റ്റ്യൻ വ്യൂ ആണ്. പിന്നെ points beyond PPC curve are impossible combinations. നമ്മൾ ഇന്നലെ ഡയഗ്രത്തിൽ കണ്ടതാണ്. Points beyond PPC are impossible combinations. Points on the PPC are efficient combinations. Points below PPC curve shows unused resources. യെസ്, അപ്പൊ അതാണ് ഈ ചാപ്റ്റർ. ഇനി ജസ്റ്റ് ആ MCQ ഒന്ന് നോക്കണേ. Nature of PPF curve is
എന്താണ് നേച്ചർ ഓഫ് PPF curve? Concave to the origin. Yes, concave to the origin. If PPC is linear, it implies linear എന്ന് പറഞ്ഞ straight line. Constant. Yes, constant opportunity cost. Any point beyond PPF is എന്താണ് any point beyond PPF? Unattainable, yes. If an economy is working on the point left to PPF, Unemployment. Unemployment of resources. അപ്പൊ ആ fill in the blanks അതുപോലെ തന്നെ ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റും മാച്ചിങ് ദ ഫോളോയിങ്ങും ഒന്ന് നോക്കുക. കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിക്കുക. അടുത്തത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഒരു സെക്കൻഡ് എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാൻ പറയട്ടെ. മാച്ച് ദ ഫോളോയിങ് നിങ്ങൾ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്നിട്ട് എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് വളരെ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ എല്ലാത്തിന്റെ ആൻസർ ഇങ്ങനെ ക്യാപ്സ്യൂൾ പോലെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എഴുതിയതാരാ? അതൊരാളുടെ ബുക്കാണ്. ആരുടെ ബുക്കാണ്? JBC. പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സോ? ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷൽ, യെസ്. വെൽത്ത് ഓഫ് നേഷൻസ്? ആഡം സ്മിത്ത്. Adam Smith. An essay on the nature and significance of economic science. അതവിടെ നിൽക്കട്ടെ. മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ്. Price theory അല്ലേ മാം? Price theory അല്ലേ? Yes. Macro economics. Macro economics. ഇപ്പുറത്തും ഉണ്ട് ഓപ്ഷൻസ്. യെസ്, മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ്. ജോൺ മനാർഡ് കെയ്ൻസ് അല്ലേ ഇപ്പുറത്തുള്ള? അത് തന്നെ, കെയ്ൻസ്. യെസ്, അത് തന്നെ. അടുത്തത് ഡിഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് മെത്തേഡ്.
Analytical method, yes. Inductive method. Inductive method. ഹിസ്റ്റോറിക്കൽ മെത്തേഡാ. Historical method. പിന്നെന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? അതിപ്പോ നമ്മൾ പഠിച്ചോളൂ. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്തിനായിട്ട് ബന്ധപ്പെട്ടാണ്? അതിന്റെ വേറെ പേര് നമ്മൾ പറഞ്ഞിരുന്നു. എന്താ? MRT, marginal rate of transformation. Yes. Creation of utility. Production. ഇനി പറയാൻ essay on the nature and significance of economic science. ആരുടെ ബുക്കാണ് അത്? റോബിൻസിന്റെ ബുക്കാണ്. ജെ. എക്കണോമിക് ആൻഡ് ഇൻട്രൊഡക്ടറി അനാലിസിസ് സാമുവൽസന്റെ ബുക്കാണ്. കിട്ടിയോ? മാച്ച് ദ ഫോളോയിങ്. ഇനി ഡിമാൻഡ് ആൻഡ് സപ്ലൈ. Demand and supply. യെസ് കാണാമോ? കാണാമോ? ഡിമാൻഡ്. സോ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു കാര്യം ഡിമാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെറും ഡിസയർ ആണോ? അല്ലെങ്കിൽ വെറും ഒരു ആഗ്രഹമാണോ? അല്ല. അതിനെ നമ്മള് നമ്മുടെ അഫോർഡബിലിറ്റി വെച്ചിട്ട് ബാക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കിട്ടുന്നത്. അപ്പൊ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി that a consumer is willing to buy at a given period of time at a given price. അതാണ് ഡിമാൻഡ്. അപ്പൊ ഡിമാൻഡിന് 3 ആസ്പെക്റ്റുകളാണുള്ളത്. ഡിസയർ ഫോർ ദി കമ്മോഡിറ്റി, അതൊന്ന് എഴുതി വെക്കണേ. മൂന്ന് ആസ്പെക്റ്റുകൾ ഡിമാൻഡിന്റെ. ഡിസയർ ഫോർ ദി കമ്മോഡിറ്റി, അഫോർഡബിലിറ്റി ടു പേ, willingness to pay. See, നമ്മുടെ റിസോഴ്സസിന് ഓൾട്ടർനേറ്റീവ് യൂസസ് ആണ് അല്ലെ. ഒരു 10 രൂപ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേന വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡയറി മിൽക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോ അതിന് ഓൾട്ടർനേറ്റീവ് യൂസസ് ആണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യേണ്ടി വരുന്നു അല്ലെ. അപ്പോ വില്ലിങ്നെസ് ടു പേ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 10 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ആ ഗുഡ് തന്നെ വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ആ ഗുഡിന് തന്നെ ആ 10 രൂപ കൊടുക്കാനുള്ളൊരു വില്ലിങ്നെസ് നമുക്ക് ആദ്യം വേണം. അതുപോലെ തന്നെ ആ ഒരു ഗുഡ് സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വേണം. അത് കഴിഞ്ഞ് നമുക്ക് അതിനെ അഫോർഡബിലിറ്റി അല്ലെങ്കിൽ അത് അഫോർഡ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ കോൺസെപ്റ്റ് കൂടെ വന്നാൽ മാത്രമേ ഡിമാൻഡ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഇറ്റ് ഇസ് എ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു ബൈ at a given period of time at a given price. ഈ ഗിവൺ പീരീഡ് ഓഫ് ടൈമും പ്രൈസും അവിടെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആ ഒരു പെർട്ടിക്കുലർ ടൈമിലായിരിക്കും ആ പ്രൈസ്. ചിലപ്പോൾ അത് കഴിഞ്ഞാൽ മാറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ 2 കോൺസെപ്റ്റും അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. 2 തരത്തിലുള്ള ഡിമാൻഡ് നമുക്കുണ്ട്. ഇൻഡിവിജ്വൽ ഡിമാൻഡ്, മാർക്കറ്റ് ഡിമാൻഡ്.
ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ദാറ്റ് ഇൻഡിവിജ്വൽ കൺസ്യൂമർ ഇസ് വില്ലിംഗ് ടു ബൈ. അതായത് ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നതാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. പക്ഷെ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിലെ എല്ലാ കൺസ്യൂമേഴ്സും ഡിമാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്വാണ്ടിറ്റിയാണ് മാർക്കറ്റ് ഡിമാൻഡ്. എഴുതിയോ അത്? എഴുതുന്നവർ എഴുതിയോ? അപ്പൊ ഡിമാൻഡ് എന്ന് പറഞ്ഞ ആഗ്രഹം മാത്രമല്ല, അതിനെ നമുക്ക് അഫോർഡബിലിറ്റിയിൽ ബാക്ക് ചെയ്താൽ മാത്രമേ ഡിമാൻഡ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ചുരുക്കി പറയാം, ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ടു പേ. കഴിഞ്ഞോ? അടുത്ത ഡിമാൻഡ് ഫംഗ്ഷൻ. ഡിമാൻഡ് ഫംഗ്ഷൻ ഡിമാൻഡ് ഫംഗ്ഷൻ അതിനു മുമ്പ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞോട്ടെ. കാരണം ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഫംഗ്ഷനിൽ വരുന്ന സാധനമാണ്. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് അഥവാ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. എന്തൊക്കെയാണ് നമ്മളൊരു കാര്യം ഡിമാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഗുഡ് ഡിമാൻഡ് ചെയ്യാൻ പോകുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിറ്റർമിനൻസിൽ നോക്കുന്നത്. അതിൽ ആദ്യം നിങ്ങൾ നോക്കുന്നത് എന്തായിരിക്കും? ഒരു ഗുഡ് വാങ്ങിക്കാൻ പോകുമ്പോ അതിന്റെ വില. യെസ്, പ്രൈസ് ഓഫ് ദി കമോഡിറ്റി. പ്രൈസ് ഓഫ് ദി കമോഡിറ്റിക്ക് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ക്വാണ്ടിറ്റി ആയിട്ടുള്ളത്. അതായത് വില കൂടിയാൽ നമ്മൾ കുറച്ച് വാങ്ങിക്കും, വില കുറഞ്ഞാൽ നമ്മൾ കൂടുതൽ വാങ്ങിക്കും. അടുത്ത നമ്മൾ എന്താ നോക്കണേ? അടുത്തത് എന്താ നോക്കുന്നത്? ഇൻകം ഓഫ് ദി കൺസ്യൂമർ. യെസ്, നമ്മുടെ കയ്യിലുള്ള ഇൻകം അല്ലെ. നമുക്ക് ആദ്യമേ നമ്മൾ പറഞ്ഞു അഫോർഡബിലിറ്റി ആണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇൻകം നോക്കാണ്ട് നമുക്ക് ഒരു അഫോർഡബിലിറ്റി നോക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പോയിന്റ് ആണ് ഇൻകം ഓഫ് ദി കൺസ്യൂമർ. അടുത്തത് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. നമുക്ക് രണ്ട് തരത്തിലുള്ള റിലേറ്റഡ് ഗുഡ്സ് ആണുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ? The good which are used in place of one another. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറയാമോ? പറഞ്ഞ് ബോറടിച്ച എക്സാമ്പിൾ പറയരുതേ. അയ്യോ, എക്കണോമിക്സ് തുടങ്ങിയ കാലം മുതലുള്ള എക്സാമ്പിൾ അത്. എന്റെ പൊന്നോ. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. നിങ്ങളുടെ ചിന്താശേഷിയൊക്കെ നഷ്ടപ്പെട്ടോ? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഒന്നും കിട്ടണല്ലേ? എന്താണ്? വേറൊന്നും കിട്ടല്ലേ? ഞാൻ പറയാനാണെങ്കിൽ എന്തിനാ ഞാൻ ഇങ്ങനെ ഇരിക്കണത്? നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? സൽമാൻ ഉണ്ടോ ക്ലാസ്സില്? സൽമാൻ ഇല്ലല്ലോ. എന്ത് പറ്റി സൽമാൻ?
Yes, substitute goods. Gel pen, ball pen. പിന്നെന്താ തുടക്കം ഇട്ട് തന്നിട്ടുണ്ട്. പറവിള്ളരെ എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ പ്രൈസ് നമ്മുടെ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നത്? അതെങ്കിലും പറ. നിങ്ങൾ 12th പഠിച്ചതാണെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. മാം ഇപ്പോ ആ ഗുഡിന് പകരം വേറൊരു ഗുഡ്സ് ഉണ്ടാവുമ്പോ അഥവാ അത് സ്റ്റോക്കിലില്ലെങ്കിൽ നമുക്ക് ഗുഡ്സ് ഉണ്ട് എന്നുള്ള ഒരു ഇതില്ല. കേട്ടില്ല, ഒന്നും കേട്ടില്ല. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ? ഹലോ, അപ്പൊ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഗുഡിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആയിട്ട് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്താണ്? കോംപ്ലിമെന്ററി ഗുഡ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ ആ PPT വെച്ചോണ്ടിരിക്കുമ്പോ ഇതിനകത്ത് മെസ്സേജ് അയച്ചത് ഞാൻ കാണൂല. യെസ്, പെൻ ആൻഡ് പെൻസിൽ. ഓക്കെ, ഓക്കെ. സോ കോംപ്ലിമെന്ററി ഗുഡ്സ് എന്താണ്? എന്റെ മക്കളെ, നിങ്ങൾ മാത്രം പറ. കോംപ്ലിമെന്ററി ഗുഡ്സ് ഒരുമിച്ച് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സ് ആണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. പെൻ, ഇങ്ക്, അതുപോലെ തന്നെ കാർ, പെട്രോൾ, അതാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. അപ്പൊ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെ പ്രൈസ് എങ്ങനെയാണ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നത്? ഇപ്പൊ കാറിന്റെ വില കൂടുകയാണെങ്കിൽ നമ്മൾ കാർ കൺസ്യൂം ചെയ്യില്ല. അപ്പൊ അതുപോലെ തന്നെ പെട്രോളിന്റെയും ഡിമാൻഡ് താഴ്ന്നു വരും. അതാണ് കോംപ്ലിമെന്ററി ഗുഡ്സ്. അടുത്തത് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. എന്താണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. കൺസ്യൂമറിന്റെ ടേസ്റ്റും കാര്യങ്ങളാണോ? അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം. അവർക്ക് ഇഷ്ടപ്പെട്ട, ഇപ്പൊ നമുക്ക് ചില ആൾക്കാർക്ക് ചില ഗുഡ്സ് വാങ്ങിക്കുമ്പോ എന്താ പറയാ, ബ്രാൻഡിന്റെ പ്രിഫറൻസ് ഉണ്ടാവും അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ചും നമ്മുടെ ഡിമാൻഡ് അതിനകത്ത് അഫക്റ്റഡ് ആണ്. പിന്നെ വരുന്നതാണ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൂടുതൽ പോപ്പുലേഷൻ, ഒരു രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. പിന്നെ ക്ലൈമറ്റ്. എങ്ങനെയാണ് ക്ലൈമറ്റ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നത്? മാം ഇപ്പോ മഴക്കാലത്ത് ആരും ഐസ്ക്രീം ഒന്നുമില്ലല്ലോ. യെസ്, മഴക്കാലത്ത് ഐസ്ക്രീമിന് ഡിമാൻഡ് ഉണ്ടാവില്ല. പക്ഷെ മഴക്കാലത്ത് റെയിൻകോട്ടിന് ഡിമാൻഡ് കൂടുതലായിരിക്കും അല്ലെ? അപ്പൊ അതാണ് ക്ലൈമറ്റിക് ഗുഡ്സ്. അപ്പൊ അതും ക്ലൈമറ്റും അതുപോലെ തന്നെ പോപ്പുലേഷനും ഡിമാൻഡിനെ എന്താ പറയാ എഫക്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. പിന്നെ എക്സ്പെക്ടേഷൻ ഓഫ് പ്രൈസ് ചേഞ്ച് ഇൻ ഫ്യൂച്ചർ. അതായത് ഭാവിയിൽ വില കൂടുമെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ
നമ്മൾ ഇപ്പൊ തന്നെ അത് ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യും. പക്ഷെ ഭാവിയിൽ വില കുറയുമെന്ന് നമുക്കൊരു എന്താ പറയാ ഒരു ഹിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ കൺസംഷൻ ഫ്യൂച്ചറിലേക്ക് മാറ്റി വെക്കും. അതാണ് എക്സ്പെക്ടേഷൻ ഓഫ് പ്രൈസ് ചേഞ്ച് ഇൻ ഫ്യൂച്ചർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ്. ഇനി ഡിമാൻഡ് എഴുതി കഴിഞ്ഞോ നിങ്ങള്? എഴുതിയോ? അടുത്തത് ഡിമാൻഡ് ഫംഗ്ഷൻ. Demand function. It is the functional relationship between demand and its determinants. ഡിമാൻഡും നമ്മളിപ്പോ പഠിച്ച എല്ലാ ഫാക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ആണ് ഡിമാൻഡ് ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് ഡിമാൻഡിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് വൈ പി ടി എക്സെട്ര. Y എന്ന് പറഞ്ഞ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, P പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്, T ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. നമുക്ക് അങ്ങനെ നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചേർക്കാം. പക്ഷെ പ്രൈസ് ഓഫ് ദി ഗുഡ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നമ്മൾ ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് അല്ലെങ്കിൽ അനാലിസിസ് നമ്മൾ ഡിനെ എഫ് ഓഫ് പി ആയിട്ടാണ് എടുക്കുന്നത്. അതായത് എഫ് ഓഫ് പ്രൈസ്, ഫംഗ്ഷൻ ഓഫ് പ്രൈസ്. ക്ലിയർ ആയോ? എങ്ങനെയാണ് ഡി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് പി എന്ന് പറഞ്ഞു വന്നതെന്ന്? ഡി എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് വൈ പി ടി എക്സെട്ര. നമ്മളിപ്പോ പഠിച്ച എല്ലാ ഡിറ്റർമിനൻസിന്റെയും ഫംഗ്ഷൻ ആണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഒരു സേക്ക് ഓഫ് കൺവീനിയൻസ് അല്ലെങ്കിൽ അനാലിസിസിന്റെ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഡിമാൻഡിനെ ഫംഗ്ഷൻ ഓഫ് പി എന്നാണ് പറയുന്നത്. അതായത് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. എഴുതി കഴിഞ്ഞോ? D is equal to F of P. കഴിഞ്ഞോ? എഴുതിയോ? അടുത്തത് ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ceteris paribus there exists an inverse relationship between price and quantity. അവിടെ ceteris paribus എന്ന് പറഞ്ഞാൽ it is keeping other things constant. Keeping other things എന്ന് പറഞ്ഞാൽ ഈ ഡിറ്റർമിനൻസ് എല്ലാം, പ്രൈസ് അല്ലാത്ത എല്ലാ ഡിറ്റർമിനൻസും ഫിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ലോ ആണ് ലോ ഓഫ് ഡിമാൻഡ്. പ്രൈസ് മാത്രം ചേഞ്ച് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ലോ ആണ് ലോ ഓഫ് ഡിമാൻഡ്. അപ്പൊ പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റും ക്വാണ്ടിറ്റി ഡിമാൻഡും വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ സെറ്റിറസ് പാരിബസ് അല്ലെങ്കിൽ കീപ്പിംഗ് അതർ തിങ്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് എഴുതിയില്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പൊ സെറ്റിറസ് പാരിബസ് there exists an inverse relationship between price and quantity demanded of a commodity. അതായത് പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിൽ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണെന്നാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. പ്രൈസ് കൂടിയാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയും ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്.
കഴിഞ്ഞോ? ഈ എഴുതാൻ പറ്റാത്തവർ അറ്റ്ലീസ്റ്റ് സ്ക്രീൻഷോട്ടെങ്കിലും എടുത്ത് വെക്കട്ടോ. കഴിഞ്ഞു. യെസ്, നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ്. ഒരു സെക്കൻഡ്. ഡിമാൻഡ് ഷെഡ്യൂൾ. അതിന് ഡിമാൻഡ് കർവിന് മുമ്പ് ഡിമാൻഡ് ഷെഡ്യൂൾ എഴുതണേ. ഡിമാൻഡ് ഷെഡ്യൂൾ. ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു ടാബുലർ റെപ്രസെന്റേഷൻ ആണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ടാബുലർ റെപ്രസെന്റേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. കണ്ടോ, പ്രൈസ് കൂടും, ഇവിടെ പ്രൈസ് കുറയുന്നതാണ് കാണിക്കുന്നത്, അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുകയാണ്. പ്രൈസ് 5 രൂപയായിരുന്നപ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡ് 10 ആണ്. പ്രൈസ് 4ലേക്ക് കുറഞ്ഞപ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡ് 20. അങ്ങനെ കൂടി കൂടി പ്രൈസ് 1 ആവുമ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡ് 50 ആയിട്ടാണ് വരുന്നത്. അത് നമ്മള് ഒരു ഇതിൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഡിമാൻഡ് കർവ്. സൈഡിൽ കണ്ടോ അത് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ് ഡിമാൻഡ് കർവ്. മനസ്സിലായോ? പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് ഡിമാൻഡ് കർവ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള കാരണം തന്നെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവും മാർക്കറ്റ് ഡിമാൻഡ് കർവും ആണ്. അതിന്റെ ഡയഗ്രാം ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. അതായത് കുറച്ച് സ്റ്റീപ്പർ ആയിരിക്കും. ഒരു ഇൻഡിവിജ്വലിന്റെ ആണ് കാണിക്കുന്നത്. അപ്പൊ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് അതിന്റെ സമ്മേഷൻ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലാറ്റർ ആയിരിക്കും. ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്സ് ആണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്. അത് ഓർത്തു വെക്കണം കേട്ടോ. മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫ്ലാറ്ററും ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ് സ്റ്റീപ്പറും ആണ്. അതായത് കുത്തനെ ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരു സംഭവം. അടുത്തത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അഥവാ മൂവ്മെന്റ് അലോങ് എ ഡിമാൻഡ് കർവ്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. ക്ലിയർ ആയിട്ട് കേട്ടില്ലെങ്കിൽ അത് പഠിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കതൊരു 10 മിനിറ്റ്സ് ബ്രേക്കിന് ശേഷം അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് ബ്രേക്കിന് ശേഷം തുടങ്ങാം. ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ ഒരു 8:25 തുടങ്ങാം. ഓക്കെ.
യെസ്, എല്ലാരും എത്തിയോ? യെസ്. അടുത്തത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അഥവാ മൂവ്മെന്റ് അലോങ് എ ഡിമാൻഡ് കർവ്. Movement along a demand curve. Change in quantity demanded അഥവാ movement along a demand curve. Price of the commodity change ചെയ്യുമ്പോഴാണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് സംഭവിക്കുന്നത്. അവിടെ നമ്മൾ പഠിച്ച ബാക്കി എല്ലാ ഡിറ്റർമിനൻസും കോൺസ്റ്റന്റ് ആണ്. മൂവ്മെന്റ്സ് രണ്ടെണ്ണമാണ്, എക്സ്പാൻഷൻ ഇൻ ഡിമാൻഡ്, കോൺട്രാക്ഷൻ ഇൻ ഡിമാൻഡ്. ഡയഗ്രം കാണുന്നുണ്ടോ? ഇവിടെ ഡിമാൻഡ് കർവ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിമാൻഡ് കർവിന്റെ ആദ്യത്തെ ഇനീഷ്യൽ പ്രൈസും ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പിയും ക്യൂ ആണ്. അതില് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു Q1 ആയിട്ട്. പ്രൈസ് 2 അതായത് P2 എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q2 ആയിട്ട് കൂടുന്നു. അപ്പൊ ഏത് ഡയറക്ഷനിലേക്ക് പോകുമ്പോഴാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നത്? കേട്ടില്ല. ക്യൂവിന്റെ റൈറ്റ് സൈഡിലേക്ക് പോകുന്നത്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഡിമാൻഡ് കർവ് അല്ല, ഡിമാൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഡിമാൻഡ് കർവിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ്. എക്സ്റ്റൻഷൻ അഥവാ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. എക്സ്റ്റൻഷൻ അഥവാ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. അപ്പൊ മുകളിലേക്ക് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നതിനെയാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. Sorry. അടുത്തത് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് അഥവാ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് അഥവാ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. നമ്മൾ നേരത്തെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരുന്ന എല്ലാ ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യുമ്പോഴാണ് ചേഞ്ച് ഇൻ ഡിമാൻഡ് അഥവാ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് വരുന്നത്. ഡ്യൂ ടു ചേഞ്ച് ഇൻ നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. രണ്ട് തരത്തിലാണ് നമ്മൾ ഷിഫ്റ്റ് പഠിക്കുന്നത്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അഥവാ ഡിക്രീസ് ഇൻ ഡിമാൻഡ്.
ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ്, ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്. അതായത് ഇപ്പൊ ഇൻകം ഓഫ് ദി കൺസ്യൂമർ കൂടുകയാണെങ്കിൽ നമ്മുടെ ഡിമാൻഡ് കൂടും. അപ്പോ ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അതായത് മുകളിലേക്ക് അപ്വേർഡ് ഷിഫ്റ്റ്. ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻവേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഷിഫ്റ്റ്. ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ആ ഫ്ലോ ചാർട്ട് ഒന്ന് എഴുതി വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞോ? യെസ്. ഒരു ഹെഡിങ് എഴുതുക, ടൈപ്സ് ഓഫ് ഡിമാൻഡ്. ടൈപ്സ് ഓഫ് ഡിമാൻഡ്. ആദ്യത്തെ പ്രൈസ് ഡിമാൻഡ്. പ്രൈസ് ഡിമാൻഡ്. ഒരു ഹൈഫൻ ഇട്ട് എഴുതുക. എക്സ്പ്ലെയിൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. എക്സ്പ്ലെയിൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. അടുത്ത 2, ഇൻകം ഡിമാൻഡ്. Income demand. It explains the relationship between income of the consumer and demand for goods. It explains the relationship between income of the consumer and demand for goods. അടുത്തത് ക്രോസ് ഡിമാൻഡ്.
Gross demand. It shows the relationship between price of one commodity and demand for another commodity. Price of one commodity and demand for another commodity. അതിലാണ് നമ്മൾ രണ്ട് ഗുഡ്സ് പഠിച്ചത്, കോംപ്ലിമെന്റ്സും സബ്സ്റ്റിറ്റ്യൂട്ട്സും. ഇത് ഓട്ടോ അപ്ഡേറ്റ് ചെയ്ത ഗാലക്സി സ്റ്റോറി പോയിട്ട് യെസ്, അടുത്തതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഹെഡിങ് എഴുതി വെച്ചോളാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. Okay. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.